Hello friends, welcome to my channel. So എപ്പോഴും ബ്യൂട്ടി ടിപ്സ് അത് ഇതൊക്കെയല്ലേ പറയുന്നത്. സോ ഇന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ ചപ്പാത്തിക്ക് ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസി പരിപ്പ് കറിയാണ്. എൻ്റെ അപ്പൂപ്പൻ എനിക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ. പക്ഷേ ഇല്ല, ഇപ്പോൾ ഞാൻ 10th പഠിക്കുമ്പോൾ മരിച്ചു പോയി അപ്പൂപ്പൻ. സോ ഇത് ഭയങ്കര ഈസിയാണ്. എല്ലാ പുതിയ പിള്ളേർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പരിപ്പ് കറിയാണ്. നല്ല ഈസിയാണ്. പിന്നെന്താ പറയുന്നത്, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് മാത്രമേ പക്ഷേ ഇത് പറ്റുള്ളൂ കേട്ടോ. വേറെ ഒന്നിനും അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണിത്. സോ ഇതിന് വേണ്ടത് പരിപ്പാണ് കേട്ടോ. സോ ആദ്യം നമ്മളൊരു കുക്കർ വെക്കണം, നല്ല കഴുകി വൃത്തിയാക്കുക കുക്കർ. സോ ഞാനിവിടെ ഞങ്ങൾക്ക് 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. സോ ആദ്യം നമ്മളിത് നന്നായിട്ട് കഴുകണം. ഓക്കെ, ഞാനത് കഴുകിയിട്ട് വരാം. സ്റ്റൗ ഓണാക്കി. സോ ആദ്യം നമ്മൾ സ്റ്റൗ ഇപ്പോൾ ഓണാക്കരുത്. സോ ആദ്യം നമ്മൾ പരിപ്പ് കഴുകിയിട്ട് ഇതിൻ്റെ അത് വരണം. പരിപ്പിട്ടു. അത് കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറി, പക്ഷെ നല്ല ടേസ്റ്റാണ്. അതിന് പ്രത്യേക ടേസ്റ്റ് ചപ്പാത്തിയുടെ. പിന്നെ എല്ലാം അതാണ്, കഴുകി പരിപ്പിട്ടു. അതിൻ്റെ അകത്ത് ഒരു സവാള, നമ്മുടെ വലിയ ഉള്ളിയില്ല അത് ഉള്ളി ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് വലിയ സൈസിലുള്ള, ഞാനൊരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. ഇതുപോലെ നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതതിൻ്റെ അകത്ത് ഇടുക. പിന്നെ വേണ്ടത് പച്ചമുളക്. ഓക്കെ, പച്ചമുളകാണ്. ഞാനൊരു 3 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് ഇടാം. നല്ല എരിവ് വേണമെങ്കിൽ ഇതിന് ഒത്തിരി വേണ്ട. ഇതിന് പരിപ്പിൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ടാവും ഇതിന്. സോ പച്ചമുളക് ഞാനിവിടെ 3 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലുണ്ട് തക്കാളി. സോ തക്കാളി ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഇടണം. തക്കാളിയുടെ ഈ ഭാഗമെല്ലാം കളയണം കേട്ടോ, അതൊന്നും ഇടാൻ പാടില്ല. ഓക്കെ, ഉള്ളി ഇതുപോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഉള്ളി മാത്രമാണ് കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യുക കേട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത് നമ്മൾ ഇടേണ്ടത് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കണം. ഒരു 1.5 ഗ്ലാസ്, നമ്മൾ പരിപ്പ് എത്ര എടുത്തു ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 1.5 മതി കേട്ടോ, 1/2 ഗ്ലാസ്. ഓക്കെ, എന്നിട്ട് നോക്കുക. ഒത്തിരി വെള്ളം കമ്മിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പിടണം. ഓക്കെ, സോ ഉപ്പ് അറിയാമല്ലോ, നമ്മുടെ ഓരോരുത്തരെ അതിനനുസരിച്ച് ഇടണം. ആദ്യം കുറച്ച് ഇടുക. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ഇടാൻ പാടുള്ളൂ. അതിന് ശേഷം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് നിറച്ച് ഉപ്പിടാം. ഓക്കെ, അത്യാവശ്യം നിറച്ചല്ല, അത്യാവശ്യത്തിനുള്ള ഉപ്പിടാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങനെയെല്ലാം താഴ്ന്ന് കിടക്കണമെല്ലാം. പരിപ്പിനേക്കാളും കൂടുതൽ വെള്ളം വേണം. അതാണ് മെയിൻ ഉണ്ടായെങ്കിൽ എല്ലാം അടി പിടിച്ച് പോകും കേട്ടോ. 1/4 ഗ്ലാസും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. സോ ടോട്ടൽ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അപ്പോൾ എല്ലാം ഡൺ. ഇനി നമ്മളിത് അടച്ചു വെക്കണം. ഒന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. അടച്ചു വെക്കണം, ഓണാക്കണം. ഓക്കെ, എന്നിട്ട് പരിപ്പ് വേകുന്ന ഓരോരുത്തരുടെ പരിപ്പിനും ഓരോ വേവാണുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഒരു 3 വിസിലിനാണ് വേവുക. അത് നമ്മുടെ സാമ്പാർ പരിപ്പാട്ടോ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. തോരപ്പരിപ്പ് എന്ന് പറയില്ലേ, തൂർദാൽ, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അടച്ചു വെച്ചൊരു 3 വിസിൽ. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളൊരു തവി കൊണ്ട് ലൈറ്റായിട്ടൊന്ന് ഒത്തിരി അങ്ങ് ഉടയ്ക്കല്ല, ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുക. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ് എനിക്കുള്ളത്. കാരണം ഇവിടെ എല്ലാവർക്കും കുറച്ച് തിക്കായിട്ട് വേണം. ഓക്കെ, കുറച്ചും കൂടെ വെള്ളം പോലെ വേണമെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ഒഴിക്കാം. പക്ഷെ ഒത്തിരി അങ്ങ് വെള്ളം ആക്കരുത്, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സോ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക നമ്മൾ. ഞാൻ നോക്കട്ടെ. എല്ലാം പെർഫെക്റ്റാണ്. പച്ചമുളക് എരിവ് ഇല്ലെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാം ഒന്നും ഉടഞ്ഞില്ല. അതുകൊണ്ട് പച്ചമുളക് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ഞാൻ. സോ ഇത്രയേ ഉള്ളൂ സംഭവം. എന്താ ലാസ്റ്റ് അതൊരു സംഭവമാക്കി മാറ്റാൻ നമ്മൾ കുറച്ച് കറിവേപ്പില. ഓക്കെ, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിടുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഓക്കെ, നമ്മുടെ കോക്കനട്ട് ഓയിൽ, അതാണല്ലോ നമ്മൾ മലയാളികളുടെ മെയിൻ ഐറ്റം. ജസ്റ്റ് ഒരു സ്പൂൺ മതി. ഒഴിച്ചു ഒന്ന് ഇളക്കുക. അടച്ചു വെക്കണം കേട്ടോ. ആക്ച്വലി എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴാ സ്മെല്ല് ഫുള്ള് ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട്. സ്മെല്ലിൽ തന്നെ നമുക്കറിയാം
നല്ലൊരു പെർഫെക്റ്റ് സ്മെല്ലായിരിക്കും. ഉപ്പ് എല്ലാം ചിലപ്പോൾ നമ്മൾ സ്മെല്ല് ചെറിയൊരു വ്യത്യാസം വരുമ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ ശരിക്കും ഉപ്പെല്ലാം കുറച്ച് കുറവുണ്ടാവും. സോ ഇതുപോലെയാണ് സംഭവം. ഇതാണ് നമ്മുടെ എൻഡ് പ്രോഡക്റ്റ്. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. പിന്നെ മഞ്ഞപ്പൊടി ഇടണേ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഓക്കെ, ഇതിപ്പോൾ ഈ ലൈറ്റിൽ കളർ അറിയാഞ്ഞിട്ടാണ്. നല്ല യെല്ലോ കളറാണ്. മഞ്ഞപ്പൊടി എന്തായാലും ഇടണം. സോ ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. പരിപ്പ് കറി ഏതാണ്ട് ഇതുപോലത്തെ കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. ഒത്തിരി അങ്ങ് വെള്ളമാക്കരുത്, അപ്പോഴല്ലേ നമുക്ക് എടുത്തെടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചൂടാണ്, മണം സൂപ്പറായിട്ട്, അടിപൊളി, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. സോ ബൈ. അപ്പോൾ എല്ലാവരും ഇത് എല്ലാവരും ഇത് കഴിച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയണം. ഉണ്ടാക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, എന്നിട്ട് പറയണം. നല്ല അടിപൊളി ഒരു അടാർ ഐറ്റമാണിത്. ബൈ, ടേക്ക് കെയർ.